ഗൈസ് ഇന്ന് എൻ്റെ ഫ്രണ്ടിന് PSC എക്സാം ഉണ്ടായിരുന്നു. സോ ഞാൻ അവളോട് കൂട്ടുപോയതാണ്. അപ്പം ഞാൻ ആ ഫയർഫോഴ്സിൻ്റെ വണ്ടി കണ്ട് വീഡിയോ എടുത്തപ്പോൾ ആ പള്ളിയുടെ ചിഹ്നം കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തു അങ്ങോട്ട് പോകുന്നു. ആദ്യം ഇവിടെ ഇരിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ കൂടെ നേരെ പള്ളിയിലോട്ട് പോയി. എന്തോ ഭയങ്കര ഭംഗിയായിരുന്നു. അതെന്ന് വെച്ചാൽ ഒരു സമാധാനമായിരുന്നു നമ്മൾ ആ പള്ളിയിലോട്ട് കയറിയപ്പം തൊട്ട്. അവൾക്ക് 1:30-ക്കായിരുന്നു എക്സാം. അപ്പോൾ 1:30-ക്ക് വീണ്ടും അവൾ അങ്ങോട്ട് പോകും. ഞാൻ അവൾ വരുന്നവരെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ കാണുന്ന സെമിത്തേരിയാണേ. പണ്ട് നമ്മൾ കോളേജിൽ പോകാൻ നേരത്ത് ഈ സെമിത്തേരിയുടെ ഫ്രണ്ടിലെ റോഡിൽ കൂടിയായിരുന്നു ബസ് പോയിക്കൊണ്ടിരുന്നത്. ആ ബസ്സിലിരുന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ എപ്പോഴും ഈ സെമിത്തേരി നോക്കുമായിരുന്നെന്ന്. അവൾ ഈ സെമിത്തേരി അന്നേ നോട്ടിട്ട് വെച്ചത് എന്തെങ്കിലും ഈ പള്ളി വരണമെന്ന്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, സെമിത്തേരി കണ്ട് പള്ളീനെ ഇഷ്ടപ്പെടുന്ന ആൾ നീ ആയിരിക്കുമെന്ന്. പിന്നെ ഞങ്ങൾ രണ്ടും കൂടി അവിടേക്ക് ഒന്ന് നടന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവൾ 1:30-ക്ക് എക്സാമിന് പോയി. അപ്പം ഞാൻ ഈ സെമിത്തേരിയുടെ അടുത്ത് തന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടി കുറച്ച് ബെഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ചുമ്മാ ഞാൻ സെമിത്തേരിയുടെ അവിടെ നിന്നൊരു വീഡിയോ എടുത്തത് നിങ്ങൾ ഈ കാണുന്നത് ചുമ്മാ പ്രഹസനം. പിന്നെ ഞാൻ അതൊക്കെ അങ്ങ് വായിച്ചു. അപ്പം നിങ്ങളെ കൂടി അങ്ങ് കാണിച്ചതാണ്. ഓഷോയുടെ ബുക്കായിരുന്നു. അതിലൊരു വരി ഞാൻ വായിക്കാം. ജീവിതത്തിൽ മരണം മാത്രമേ സുനിശ്ചിതമായിട്ടുള്ളൂ എന്നും മറ്റുള്ളതെല്ലാം അനിശ്ചിതമാണെന്നും എപ്പോഴെങ്കിലും നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? സോ ഗൈസ്, എൻ്റെ ഫ്രണ്ടിന് ഇന്ന് എക്സാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവളുടെ കൂടെ വന്നതാണ്. 1:30 വരെ 1:30 തൊട്ടൊരു 3:30 വരെ ഞാൻ പോസ്റ്റാണ്. പക്ഷേ ഈ ഒരു അന്തരീക്ഷം അടിപൊളിയാണ് കേട്ടോ. അതെ, അവിടെ സെമിത്തേരിയാണ് നിങ്ങളീ കാണുന്നത്. എന്തെങ്കിലും ഓഷോയുടെ ഒരു ബുക്കും ഉണ്ട്. സോ ഐ തിങ്ക് നമുക്ക് ഈ ബുക്ക് വായിക്കാം. അങ്ങനെ ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ കാണുന്ന കുഞ്ഞതിഥി അതിലും വഴി നടന്നു പോകുന്നത്. അപ്പം ഞാൻ ചുമ്മാ അതിങ്ങനെ പോകുന്നത് നോക്കിയപ്പോഴത്തേക്കും ഞാൻ തോന്നുന്നു വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ വീഡിയോ എടുത്താണ് ആ കാണുന്നത്. പുഴു അതിൻ്റെ ബയ്യും പറഞ്ഞു പോയി. പിന്നെ ഞാൻ വീണ്ടും പുസ്തകത്തിലോട്ട് തിരിഞ്ഞ് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വീണ്ടും ആ പള്ളീനെ നോക്കി എൻ്റെ വീഡിയോ എടുക്കാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ അവിടെ കിടക്കുന്നുണ്ട് ആ ഒരു വെള്ള മന്ദാരം താഴെ അങ്ങ് കൊഴിഞ്ഞ് കിടക്കുക. അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര എന്തോ ഇഷ്ടം തോന്നി. ഞാൻ അടുത്തെടുത്ത് ചുമ്മാ ഇങ്ങനെ കറക്കി കളിച്ച്. അത് കറക്കി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ വന്ന് 3:30-ആയി. പിന്നെ ഈ പള്ളിയോട് ചേർന്നിട്ട് ഒരു പുരാവസ്തു കേന്ദ്രം കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ തിരക്കിയപ്പം പറഞ്ഞാൽ അതിപ്പം തുറന്ന് കൊടുക്കുന്നില്ല എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.